ശ്രീ ബി ജി വിഷ്ണു, വിദ്വേഷ പ്രസംഗങ്ങളിൽ മോദിയും അമിത്ഷയും യോഗിയും ആദിത്യനാഥുമാണ് ഏറ്റവും മുന്നിലെന്ന് കണക്കുകൾ. ഇത് വാഷിങ്ടൺ ആസ്ഥാനമായുള്ള ഒരു സംഘടനയുടെ ഇന്ത്യൻ പതിപ്പ് നടത്തിയ പഠനങ്ങളിലാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തെത്തുന്നത്. അത് കേവലം പറഞ്ഞു പോകുന്ന ഒന്നല്ല. 2023, 2024 ഇതിലെ വിദ്വേഷ പ്രസംഗങ്ങളുടെ കണക്കുകൾ അടക്കമാണ് ബോധ്യമാക്കിക്കൊണ്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് പുറത്തെത്തുന്നത്. 462 വിദ്വേഷ പ്രസംഗങ്ങളിൽ ഏതാണ്ട് 452 BJP നേതാക്കന്മാരുടെ പേരിലാണ് എത്തുന്നത്. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഇങ്ങനെ പോയാൽ ഒരു രാജ്യത്തിന് പുരോഗതിയിലേക്ക് എത്താനാകുമോ? വിദ്വേഷ പ്രസംഗം കണക്കാക്കി ഏതടിസ്ഥാനത്തിലാണ് കണക്കെടുത്തിരിക്കുന്നത്? ആരാണ് കണക്കെടുത്തിരിക്കുന്നത്? യാതൊരുവിധ അർത്ഥവുമില്ലാതെ നിങ്ങളുടെ വാക്കുകൾ പരിശോധിച്ചാൽ വാഷിങ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏതോ ഒരു സംഘടന, സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റിന് കീഴിലുള്ള ഇന്ത്യ ഹേറ്റ് ലാബ് നടത്തിയ പരിശോധന, ഒരു പേരുള്ള ഒരു സംഘടന, നാമമുള്ള ഒരു സംഘടന. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടല്ലോ, SDP ഉണ്ടല്ലോ, അവരെല്ലാവരും പല കണക്കുകളും പത്രപ്രസ്ഥാനങ്ങളും ആഴ്ചയ്ക്കും മാസങ്ങളുമൊക്കെ ഇവിടെ പുറത്തേക്ക് വിടുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഏജൻസികളോ ഭീകരവാദ പരോക്ഷമായും പ്രത്യക്ഷമായൊക്കെ ഭീകരവാദ ബന്ധമുള്ള ഏതെങ്കിലും സംഘടനകൾ സ്പോൺസർ ചെയ്യുന്ന ചില തൂലിക സംഘടനകൾ സ്പോൺസർ ചെയ്താൽ അതാണ് ഒരു രാജ്യത്തിൻ്റെ നിലപാട്, അതാണ് ഒരു രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ. എവിടുന്നോ ഏതൊക്കെയോ സ്വകാര്യ ഏജൻസികൾ, കുറേ ഹിൻഡർബർഗ് വന്നല്ലോ. ഇപ്പോൾ ഹിൻഡർബർഗ് എന്തായി? ഹിൻഡർബർഗ് തന്നെ പൂട്ടിപ്പോയെന്നേ. ഇന്ത്യക്കെതിരെ ഏറ്റവും കൂടുതൽ വ്യാജമായി സാമ്പത്തിക മേഖലയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഹിൻഡർബർഗ് പൂട്ടിപ്പോയി. പിന്നെയാണ് ഈ തൂലിക സംഘടന. ഇവർക്കൊക്കെ ആരാണ് പണം കൊടുക്കുന്നത്? ഇപ്പോൾ അമേരിക്കയിൽ എന്തൊക്കെയാണ് നടക്കുന്നു? ഇപ്പോൾ ഹമാസിന് അനുകൂലമായ പ്രകടനം നടത്തിയവരെ, വിദ്യാർത്ഥികളെ അടക്കം അവർ മാറ്റാൻ പോവുകയാണ്. കാരണം ഒരു രാജ്യത്തിന് യോജിക്കാത്ത തരത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ വിദ്വേഷവും അമേരിക്ക എന്ന പേരിൽ, അല്ലെങ്കിൽ ഫ്രാൻസ് എന്ന പേരിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു രാജ്യത്തിരുന്നു കൊണ്ട് മറ്റ് അവരുമായി ഐക്യമുള്ള രാജ്യങ്ങൾക്കെതിരെ സംഘടിതമായി ആക്രമിക്കപ്പെടുന്ന ഹിൻഡർബർഗ് പോലെയുള്ളവരൊക്കെ ആ രാജ്യങ്ങൾ ഉൾപ്പെടെ ശക്തമായ നിരോധനം എടുക്കുന്ന സമയമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള തൂലിക സംഘടനകൾ ഭീകരവാദികൾക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നവർ, അഫ്സൽ ഗുരുവിന് വേണ്ടി ഇവിടെ എത്രയെല്ലാം പ്രൊട്ടസ്റ്റ് നടന്നു. ഈ രാജ്യദ്രോഹി അഫ്സൽ ഗുരുവിനെ കോൺഗ്രസിന്റെ ഭരണകാലത്താണല്ലോ ഗതികേട് കൊണ്ടെങ്കിൽ അവസാനം തൂക്കിലെത്തിയത്. എത്രയോ പ്രാർത്ഥനകൾ നടന്നു, എത്രയോ പ്രൊട്ടസ്റ്റുകൾ നടന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കാനും എവിടെയെങ്കിലുമൊക്കെ BJPക്കെതിരായും രാജ്യത്തെ നിലവിലിരിക്കുന്ന സർക്കാരുകൾക്കെതിരായും ഒക്കെ സംസാരിക്കാൻ ഏതെങ്കിലും ഒരു തൂലിക സംഘടനകളോ ഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന അവരുടെ എച്ചിലുകൾ കഴിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അതൊന്നുമല്ല കൈരളി ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ രാജ്യത്ത് എന്ത് നിലപാടെടുക്കുന്നു, ഈ രാജ്യം ആഗോളകരമായി എന്ത് നേട്ടമുണ്ടാക്കുന്നു, അത് വേണം ചർച്ച ചെയ്യാൻ. അല്ലാതെ നോക്കൂ, അതല്ല, അങ്ങനെയല്ല. ഇത് കേവലമായ കണക്കല്ല. അത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ, അതായത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന വിഷ്വൽ അടക്കമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അങ്ങനെ ഒരു മെത്തഡോളജിയിലാണ് ഈ സ്റ്റഡി നടന്നത്. പ്രധാനമന്ത്രി അതെ, ഞാൻ അതാണ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ രാജസ്ഥാനിൽ നടത്തിയ നുഴഞ്ഞുകയറ്റക്കാരെന്ന് ന്യൂനപക്ഷങ്ങളെ ഉപയോഗിച്ച വാക്കുകൾ, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ എന്നുപയോഗിച്ച വാക്കുകളടക്കം യോഗി ആദിത്യനാഥിൻ്റെയും മോദിയുടെയും ഒക്കെ പ്രസംഗങ്ങളും ആ ശകലങ്ങളും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന കേസുകളും ഇതൊക്കെ സ്റ്റഡി നടത്തിയിട്ടാണ് ഈ സംഘടന ഇത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അല്ല, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഏതെങ്കിലും പ്രസ്താവനകൾ നടത്തിയാൽ അത് ഒരു മതത്തിനെതിരാണെന്ന് നിങ്ങൾ ആരോട് പറഞ്ഞത്? നുഴഞ്ഞു കയറിയവർ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞു? ഇല്ലല്ലോ. നുഴഞ്ഞു കയറ്റക്കാർ പലതരത്തിലുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ കേരളത്തിൽ നിന്ന് എത്ര ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരള പോലീസ്? അപ്പോൾ നുഴഞ്ഞു കയറ്റം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യം തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്കെതിരെ നടപടിയെടുത്ത പോലീസിനെ പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അവർ ബംഗ്ലാദേശികളാണെന്ന് തെളിയാതിരുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബംഗ്ലാദേശികളെ പിടികൂടിയത്. അവർ നുഴഞ്ഞു കയറ്റക്കാർ തന്നെയാണ്. അതിന് സംശയം എന്താ? ഞാനും ആവർത്തിക്കുന്നു, നുഴഞ്ഞു കയറ്റക്കാർ രാജ്യത്തുണ്ട്, അതിലൊരു സംശയമില്ല. പോലീസ് ഇതാ കേസെടുക്കുന്നു. BG വിഷ്ണു പറഞ്ഞു നുഴഞ്ഞു കയറ്റം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേസെടുക്കട്ടെ. നിങ്ങളുടെ പോലീസല്ലേ ഈ സംസ്ഥാനം ഭരിക്കുന്നത്? ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, നുഴഞ്ഞു കയറ്റക്കാരുണ്ട്. സംസ്ഥാനത്തിലെ കാര്യമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അല്ല, രാജ്യം മൊത്തത്തിലുള്ള കാര്യം പറയും, കേരളത്തിലെ കാര്യം മാത്രമല്ല, ദേശീയ കാര്യമാണ്. രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ നടത്തിയ പ്രസംഗം നുഴഞ്ഞുകയറ്റക്കാരെക്കുറിച്ച്, കൂടുതൽ കുട്ടികളുള്ളവരെന്ന്
ചില ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇതിനു മുമ്പുമുണ്ട്. കാരണം മൻമോഹൻ സിംഗിനെ പോലും പാകിസ്ഥാൻ ചാരൻ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രസംഗം നടത്തിയിരുന്നു അതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മോദി. അത് വലിയ വിവാദമായിരുന്നു. ഒടുവിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ മകളുടെ വിവാഹത്തിന് ബിരിയാണി കഴിക്കാനായി ക്ഷണിക്കാതെ പോയത് ആരാണെന്നൊക്കെ പിന്നീട് ലോകം അറിയുകയും ചെയ്തു. ഇത്തരം പ്രസംഗങ്ങൾ, ഈ പ്രസംഗങ്ങൾ മൂലമുണ്ടാകുന്ന കാര്യങ്ങൾ നോക്കൂ. 2024 1165 വിദ്വേഷ പ്രസംഗങ്ങളാണ് ഉണ്ടായത്. ഇതിൽ 462 വിദ്വേഷ പ്രസംഗങ്ങൾ, അതിൽ 452 പേരും ബി ജെ പിക്കാരാണ്. കാരണം 462 വിദ്വേഷ പ്രസംഗങ്ങളാണ് കേസുകളായി രജിസ്റ്റർ ചെയ്തത്. അതിൽ 452 പേരും ബി ജെ പിക്കാരാണ്. അതെങ്ങനെ വരുന്നു? അത് കഴിഞ്ഞുള്ള സ്ഥാനം VHPക്കും ബജ്രംഗ് ദളിനുമാണ്. അതെങ്ങനെ വരുന്നു രണ്ടാം സ്ഥാനം? അതെങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിദ്വേഷ പ്രസംഗങ്ങളിൽ ആരോപണം വരുന്നത്? ഈ രാജ്യത്ത് ഇതൊരു ആരോപണമല്ല, ഇത് പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അഡ്വക്കേറ്റ് BG വിഷ്ണു. അല്ല, ഈ പഠന റിപ്പോർട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഏതെങ്കിലും കടലാസ് സംഘടന പറയുന്ന റിപ്പോർട്ടുകളല്ല രാജ്യത്ത് യാഥാർത്ഥ്യമാകുന്നു. ഈ രാജ്യത്ത് ജനാധിപത്യ സ്വഭാവത്തിൽ ഈ രാജ്യത്ത് വലിയ വിജയം നേടിയ സർക്കാരിൻ്റെ നേതാക്കൾക്കെതിരെ, ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിമാർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ അമേരിക്കയിലെ ഏതെങ്കിലും കടലാസ് സംഘടന, അമേരിക്കയിൽ ഇരിക്കുന്നത് കൊണ്ട് അവർ പറയുന്നില്ല യാഥാർത്ഥ്യങ്ങൾ. അവരെല്ലാം ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിദ്വേഷ പ്രസംഗങ്ങളാണ് നടത്തിയതെങ്കിൽ പേരിൽ പിണറായി വിജയൻ NK പ്രേമചന്ദ്രന് നടത്തിയത് വിദ്വേഷമല്ലേ? ഗോപാലകൃഷ്ണനെതിരെ മാതൃഭൂമി പത്രക്കാരനെതിരെ നടത്തിയത് വിദ്വേഷ പ്രസംഗമല്ലേ? താമരശ്ശേരി ബിഷപ്പിനെതിരെ നടത്തിയത് വിദ്വേഷ പ്രസംഗമല്ലേ? അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ജനവിഭാഗത്തിനെതിരെ ശത്രുത പ്രചരിപ്പിക്കുന്നതാണ്. അത് മണിപ്പൂരിലടക്കം അതൊരു മൂർത്തമായ സാഹചര്യമായി രാജ്യത്ത് നിലനിൽക്കുകയാണ്. നികൃഷ്ടജീവി എന്ന് വിളിക്കുന്നതൊക്കെ വിദ്വേഷമല്ലാതെ സ്നേഹത്തോടുകൂടി ലാളനയോടുകൂടി വിളിക്കുന്നതാണോ മുഖ്യമന്ത്രി വിളിച്ചത്? നല്ല പദത്തിൽ പെടുത്തിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതിനെന്ത് ന്യായീകരണമാണ് താങ്കൾക്കുള്ളത്? അല്ല, ശ്രീ BG വിഷ്ണു, ഞാൻ ചോദിക്കുന്നത് എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചതിന്റെ കാര്യമല്ല. രാഷ്ട്രീയമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എതിർപ്പുകളോ പറയട്ടെ BG വിഷ്ണു, രാഷ്ട്രീയമായ എതിർപ്പുകളുടെ പേരിലോ ഒരു എഡിറ്റോറിയൽ തൻ്റെ പാർട്ടിക്കെതിരെ എഴുതിയതിൻ്റെ പേരിലോ ഉള്ള വിമർശനങ്ങൾ പോലെ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്പരം പറയുന്നതിനെ അല്ല വിദ്വേഷ പ്രസംഗത്തിൻ്റെ മാനദണ്ഡത്തിൽ വരുന്നത്. ഇവിടെ മോദിയും യോഗിയും അമിത്ഷയും ഒക്കെ നടത്തുന്നത് ഒരു ജനതയ്ക്കെതിരെ, ഒരു ജനവിഭാഗത്തിനെതിരെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് വിദ്വേഷമുണ്ടാക്കുകയും അവരെ വംശീയമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളെയാണ്. അതും രാഷ്ട്രീയ പ്രസംഗങ്ങളും രണ്ടാണ്. താങ്കൾക്ക് വാദത്തിന് വേണ്ടി കൊഞ്ഞണം കുത്താം, പക്ഷേ വസ്തുത അതാണ് ചർച്ച ചെയ്യുന്നത്. നാം വിദ്വേഷ പ്രസംഗങ്ങളുടെ കണക്കിൽ എങ്ങനെ BJPക്കാർ മുന്നിൽ വരുന്നു, എങ്ങനെ മോദിയും അമിത്ഷയും യോഗിയും അതിൻ്റെ ക്രമാനുഗതമായി 1, 2, 3 എന്നതിൽ വരുന്നു എന്ന സംശയമാണ് ഞാൻ താങ്കളോട് ആരാഞ്ഞത്. അത് BJPക്ക് മറുപടി ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. അതിന് മറുപടി, രാഷ്ട്രീയമായ മറുപടി AM ആരിഫും സാമൂഹികമായ നിരീക്ഷണം ഡോക്ടർ TS ശ്യാംകുമാറും നടത്തട്ടെ. ഞാൻ ചോദിക്കുന്നത് അതാണ്. ഒന്ന്, ഞാനിവിടെ വന്നിരിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ കൊഞ്ഞണം കുത്താനൊന്നുമല്ല, കൃത്യമായ മറുപടി നൽകാൻ വേണ്ടി തന്നെയാണ്. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് BJPയുടെ പ്രതിനിധി ഇവിടെ പ്രതികരിക്കുന്നത്. നരേന്ദ്രമോദി അമിത്ഷായൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദഹിക്കണമെന്നുമില്ല. അവർ രാജ്യത്ത് കഴിഞ്ഞ 50-75 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളെപ്പറ്റി, വിഭജന കാലഘട്ടത്തിലെ ക്രൂരതകളെപ്പറ്റി, അന്നത്തെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്തതിനെ പറ്റിയൊക്കെ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്, ഇനി സംസാരിക്കുകയും ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് വിദ്വേഷമായി കൈരളി ചാനലിനടക്കം നാളെ മുതൽ അതെല്ലാം വിദ്വേഷം 1, വിദ്വേഷം 1, 2, 3 എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലല്ലേ? പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ ഇതുപോലെ രേഖപ്പെടുത്തിയാൽ ഒരുപാട് പുസ്തകങ്ങൾ വേണ്ടിവരും. അതിൽ രാഷ്ട്രീയ വിമർശനം ഉണ്ടാകും, സാമൂഹ്യ വിമർശനം ഉണ്ടാകും, എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാർ നടത്താറുണ്ട്. അപ്പോൾ അത് ശരിയായത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും ഈ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഞാൻ പറയുന്നത് അതാണ്. ചരിത്രത്തിൽ കടന്നുപോയ കാര്യങ്ങളെ പറിച്ചെടുത്ത് അതിനെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഹിറ്റ്ലർ അടക്കമുള്ളവർ വിദ്വേഷ പ്രസംഗങ്ങളും ആ രീതിയിൽ കൂട്ടക്കൊലകളിലേക്കുമൊക്കെ നീങ്ങിയത്. അതിൻ്റെ തുടർച്ച ഇവിടെ എത്തുന്നു എന്ന ആശങ്കയാണ് മതേതര വിശ്വാസികൾക്കുള്ളത്. 1. 2, നാട് സ്വാതന്ത്ര്യത്തിലും അതിനുശേഷം റിപ്പബ്ലിക്കിലുമൊക്കെ വന്നതിന് ശേഷം നമ്മളൊരു സ്റ്റാൻഡേർഡ് വരച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങളെ നിഗമിക്കുന്നത്. അതിനെ മറികടന്ന് നിങ്ങളുടെ രാഷ്ട്രീയ സങ്കുച നേട്ടത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ തിരിച്ചു പറയാനാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ബുദ്ധമതക്കാർക്കെതിരായി ചില വിഭാഗങ്ങൾ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലേ?
സിഖ് വിഭാഗങ്ങൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ലേ? അതുപോലെ തന്നെ ഭൂരിപക്ഷങ്ങൾക്കെതിരെ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നിട്ടില്ലേ? ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നിട്ടില്ലേ? അവരുടെയൊക്കെ ആരാധനാലയങ്ങൾ പൊളിച്ചിട്ടില്ലേ? എല്ലാ വിഭാഗത്തിൻ്റെയും, ബുദ്ധമതക്കാരുടേതും സിഖ് മതക്കാരുടേതും ഹിന്ദു മതക്കാരുടെയും ഇസ്ലാം മതക്കാരുടെയും ഒക്കെ ക്ഷേത്രങ്ങളും പള്ളികളും മസ്ജിദുകളും ഒക്കെ പൊളിച്ചിട്ടില്ലേ? ക്രിസ്ത്യൻ മതക്കാർക്കെതിരെ പൊളിച്ചിട്ടില്ലേ? ഈ കാര്യങ്ങളെയൊക്കെ ആധുനിക ജനാധിപത്യത്തിൽ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ വിഭാഗീയതയ്ക്കും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജനതയുടെ മേൽ ബോംബിടുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുക വഴിയുള്ള രാഷ്ട്രീയ നേട്ടം കൊണ്ട് തകർന്നു പോകുന്നത് ആരാണ്? ഈ രാജ്യമല്ലേ? പിന്നെ എങ്ങനെ 2050 നാം ഡെവലപ്ഡ് നേഷൻ ആവും? അക്കോർഡിംഗ് ടു യുവർ പ്രൈം മിനിസ്റ്റർ, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ തന്നെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ. അല്ല, ചരിത്രമെന്നും ചരിത്രമായി തന്നെ നിൽക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ ചരിത്രത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞ് മറക്കാനോ പൊറുക്കാനോ ഒന്നും അത്ര പെട്ടെന്നൊന്നും ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുകയുമില്ല. അത് ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് നേരെ സംഘടിതമായി നടത്തുന്ന മതപ്രസംഗങ്ങൾ BJP ആണോ നടത്തുന്നത്? ഇവിടെ ലീഗുകാർ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. താങ്കൾ എന്തേ ലീഗ് പ്രതിനിധിയെ വിളിച്ചിരുത്തി ചോദിക്കാത്തത്? CPM-ന്റെ നേതാക്കന്മാർ എത്രയോ തവണ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോടെല്ലാം വിളിച്ചിരുത്തി ചോദിക്കാതെ ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും വസ്തുതാപരമായ ചരിത്രമോ നിലനിൽക്കുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് മാത്രമാണ് വലിയ പ്രശ്നം. പറയട്ടെ, ഈ വികസിത രാഷ്ട്രമായി മാറുമ്പോൾ പറയട്ടെ ഒരു കാര്യം കൂടി പറയട്ടെ, വികസിത രാഷ്ട്രമായി മാറുമ്പോൾ അതിന് അടിത്തറ പണിയുന്നത് എന്താണ്? AI ഉച്ചകോടിയിൽ ഫ്രാൻസിൽ ഇന്നലെ അധ്യക്ഷനായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി AI പറ്റി പറഞ്ഞത് എന്താണ്? ശുദ്ധ വിവരക്കേട്, അസംബന്ധമല്ലേ? ആധുനിക കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ചിന്തിക്കാനോ പറയാൻ പറ്റുന്ന ഒന്നാണോ MV ഗോവിന്ദൻ പറഞ്ഞത്? അപ്പോൾ അവരാണ് കേരളത്തെ പിന്നോട്ട് നയിക്കുന്നത്. ആദ്യം MV ഗോവിന്ദൻ മാസ്റ്ററാണ് തൻ്റെ വാക്കുകൾ പിൻവലിച്ച് കേരളത്തിൻ്റെ അല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരോട് മാപ്പ് പറയേണ്ടത്. AI പറ്റി ചർച്ച ചെയ്യൂ. ആധുനിക കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തൊഴിൽ സാധ്യതകൾ കുറയും, അത് രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കാൻ ഇടയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന കമ്പ്യൂട്ടർ വന്നപ്പോൾ പോലും ബഗനം എഴുതിക്കൊണ്ട് ലേഖനം എഴുതിയ നേതാക്കന്മാരാണ് മാർക്സിസ്റ്റ് പാർട്ടി. ബഗൻ തിന്നുന്ന ലോകം, കൈകളിൽ പണിയെത്തിക്കൂ, കമ്പ്യൂട്ടറുകൾ പുറത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറുകൾ തച്ചു തകർത്തു. സ്വകാര്യ സർവകലാശാലകൾക്ക് നിങ്ങൾ സമരം ചെയ്തു. TP ശ്രീനിവാസന്റെ പ്രസക്തിയുമില്ല. പിന്നീട് അവർ അധികാരത്തിൽ വരുമ്പോൾ അതെല്ലാം നടപ്പിലാക്കുകയും ചെയ്ത ഒരു ഗതികെട്ട സർക്കാർ കേരളം ഭരിക്കുന്നുണ്ടാണ് കേരളത്തിന് മുന്നേറാൻ കഴിയാത്തത്. ഹിന്ദുവിന്റെ പ്രസ്ഥാനം നിങ്ങൾ ചർച്ച ചെയ്യൂ. അത് BJP-യുടെ വാദം. ഇന്ത്യ ഭരിക്കുന്നത് ഇതുപോലെ ഒരു നെറികെട്ട സർക്കാരാണെന്ന് സൂചിപ്പിക്കുന്ന പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിദ്വേഷ രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വകാര്യ സർവകലാശാലകൾ ചർച്ച ചെയ്യപ്പെടണം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വിദ്വേഷ പ്രസംഗവുമായി. ഇതും വിദ്വേഷമാണെന്നേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന വിദ്വേഷം തന്നെയാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സർവകലാശാല രാജ്യത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നതാണ് മോദിയുടെ അടക്കമുള്ള ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ യശസ് കെടുത്തുന്നതാണ്. കാരണം ശരിയാണ്, ഫ്രാൻസിൽ പോയിരിക്കാം, പക്ഷേ ഫ്രാൻസിലെ പ്രധാനമന്ത്രി കൈ കൊടുക്കാൻ പോലും മാക്രോൺ മുതിരാതെ ചുറ്റുമുള്ളവരുടെ കൈ കൊടുത്തു പ്രചരിക്കുന്നുണ്ട്. ഇന്ന് ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദിയും ഉണ്ടായിരുന്ന ഫ്രാൻസിൽ ആ ഉച്ചകോടിയുടെ അധ്യക്ഷനായി പങ്കെടുത്തത് ഈ രാജ്യത്തിന്റെ അഭിമാനമായ നരേന്ദ്രമോദിയാണ്. അവർ ഒരുമിച്ച് കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത സമയത്തൊക്കെ കൈ കൊടുത്തില്ല, പുറത്തോട്ട് നോക്കിയപ്പോൾ തിരിഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് തരം പ്രസ്താവനയാണ് താങ്കൾ നടത്തുന്നത്?